മൂലല്ലാണ് എൻ്റെ പിറകിലൊരു കാറ് മറിഞ്ഞ് കിടക്കുന്നു. ഇവിടെയൊക്കെ വണ്ടികൾ കണ്ട് അങ്ങൊരു കാറ് കിടക്കുന്നു. ഇവിടെ ഒരു നിസാന്റെ റെനോൾട്ടിന്റെ കിങ്ങർ കിടക്കുന്നു. ഒന്നും അല്ല കേട്ടോ. അതെ ബസ് ഇടിയാൻ ചാൻസ് ഉണ്ട്. അതെ വണ്ടി റൂട്ടിലാണ്. മുണ്ടക്കൈ അത് എഴുതിയിരിക്കുന്നുണ്ടോ? ഇത് മുണ്ടക്കൈ ആണ് കരിന്തണ്ടൻ സ്മാരകം. ഇതാ കരിന്തണ്ടൻ സ്മാരകം. ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? അൻസാറ് മാത്രമുണ്ട് കഷ്ടപ്പെട്ട് വെക്കാൻ. പണിയെടുക്കാനല്ലേ? നിനക്ക് വീഡിയോ പിടിക്കാൻ മാത്രമേ ഉള്ളൂ. ഞാനും വെക്കാം. ഇത് ടൂർ വെച്ചാൽ ശരിയാവില്ല. കാരണം അറിയോ, ഞാൻ വന്നില്ല നിങ്ങളുടെ കൂടെ. ഇല്ലേ? അതില്ലടാ, ഇതിലുണ്ട്. നീ വരുന്നില്ല എന്നുള്ള ഇതിലുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര ദുരന്തഭൂമിയായ വയനാട് ചൂരൽമലയിലേക്കാണ്. അപ്പോൾ നമ്മൾ കയ്യും വീശി പോകണ്ടല്ലോ എന്നോർത്താണ് നമ്മൾ കുറേ വീട്ടുപകരണങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ ചൂരൽമലയിൽ പോയി നേരിട്ട് കൊണ്ടു കൊടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശമാണ്. ഇന്നത്തെ വീഡിയോ എന്നുള്ള നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ചൂരൽമലയിൽ ചെന്നാൽ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തേക്കണേ. അതെ, അങ്ങനെ ഞങ്ങൾ വയനാട് യാത്ര ആരംഭിക്കുകയാണ്. ഈയിടെ ഒരു വീഡിയോ ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയായിരുന്നത്. ഇത് മിക്ക സമയത്തും കവിഞ്ഞൊഴുകൂടെ ഇത്. അതെ, ലൈറ്റ് പണിയുണ്ടായത്. ഇത് ഇത്രേ ഉള്ളൂ. നോക്കിയാ കപ്പാത്തോറ കിടക്കുന്നുണ്ടോ? അടിപൊളി പള്ളി. നോക്കിയാ പള്ളി അല്ലേ? നല്ല അടിപൊളി ലുക്കുള്ള പള്ളി. ഇതിവിടെ സ്ഥലം എവിടെയാ? അടിവാരം കേട്ടോ. ഇതാ അടിവാരം. നമുക്ക് ഇവിടെ ഇറങ്ങി ചുരം കയറുന്നതിന് മുമ്പ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ഇതിലൊക്കെ നല്ല മഞ്ഞ കേട്ടോ. കണ്ടോ? മഴയും മഞ്ഞുണ്ട്. ആണെന്ന് തോന്നുന്നു. അല്ല, ഒന്നും കാണാൻ പറ്റത്തില്ല. ആ അവസ്ഥയാണ്. അടിവാരം നമ്മളെപ്പോ എത്തുമോ? മുണ്ടക്കൈ. ഇവിടെ അടിപൊളി പോയി. ഇവിടെ വണ്ടി വെക്കാൻ പറ്റില്ല. വണ്ടി വെക്കാനില്ല, പയ്യെ പോവാം. കോട കയറി കിടക്കുന്ന നോക്കിയാടാ. സൂപ്പറായിട്ട് നോക്കട്ടെ. ചെറുതാ ഇതേ മൂടി, ഫ്ലാറ്റ് മൂടി. ഇല്ല ഫുള്ള് മൂടി. അവിടെ ഒരു പള്ളി കാണാമായിരുന്നു, കവറക്കുള്ളത്. അതൊക്കെ മൂടിപ്പോയി. അവിടെയായിട്ട് ഒക്കെ മൂടിപ്പോയി. വേറെ റിസോർട്ടാന്ന് തോന്നുന്നു പണിയുന്നൊക്കെ. താഴേക്കൂടെ ഒരു അരുവി ഒഴുകുന്നു. കയ്യും തലമുഖം ഇത് മാത്രം. അവിടെയൊക്കെ ഒരു വീടുണ്ടാ. അതേ വഴി നോക്കിയാ അതിലെ വണ്ടിയൊക്കെ പോകുന്നത്. അതെ, മൊത്തം ഇവിടെ ഒന്ന് മൂടി കേട്ടാ.
ആണ് കരിന്തണ്ടൻ സ്മാരകം. ഇതാ കരിന്തണ്ടൻ സ്മാരകം. ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? 1750 1800 കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകൾ ജയിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ. താമരശ്ശുരത്തിൽ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയാണ് ചെയ്തത്. മൂപ്പന്റെ ആത്മാവ് ചങ്ങലയിൽ കുടികൊള്ളുന്നു. ഇതാണ് ചങ്ങല. ഏടാ ഈ ചങ്ങലയുടെ ഒരു ഐതിഹ്യം അറിയാം? വാ, ഈ ചങ്ങല ഉണ്ടല്ലോ, ഈ ചങ്ങലയിലാണ് ഇത് തളിച്ചിരിക്കുന്നത്. ചങ്ങല മനസ്സിലായോ? ഈ മരം എത്രയോ വർഷം മുമ്പ് കണ്ടി അടക്കം ചെയ്തപ്പോഴും മരം വളർന്നു, പക്ഷെ ചങ്ങല അങ്ങനെ അടക്കം ചെയ്ത് ഇവിടെ എങ്ങാണ്ടാവും, പക്ഷെ തളച്ചിരിക്കണം. അത് പറഞ്ഞുതരാം. ഈ ചുരം കണ്ടുപിടിച്ചത് ബ്രിട്ടീഷുകാർക്ക് ഇവിടുന്ന് ഇത് കൊണ്ടുപോകണം, ലേലം ഇതൊക്കെ. അപ്പൊ വഴിയില്ല. അങ്ങനെയാണ് ഈ കരിന്തണ്ടൻ, ഏകദേശം ഇതാട്ടോ, ഈ കരിന്തണ്ടൻ ഈ പാത കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാർ ഈ ചുരം വെട്ടുന്നത്. ഈ ചുരം വെട്ടിക്കഴിഞ്ഞപ്പം കരിന്തണ്ടനെ കൊന്നുകളഞ്ഞു. മനസ്സിലായോ? കരിന്തണ്ടനെ കൊന്നുകളഞ്ഞു. ഈ കരിന്തണ്ടനെ കൊന്നുകളഞ്ഞപ്പോൾ ഇതിന്റെ ആത്മാവ് ഈ പാതയിലൂടെ അലഞ്ഞു നടന്നു. വണ്ടികളൊക്കെ പോകുമ്പോൾ അപകടം സംഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പലരും നോക്കിയിട്ട് ഈ കരിന്തണ്ടന് ഈ അപകടം നിൽക്കുന്നില്ല. അങ്ങനെയാണ് ഈ കരിന്തണ്ടനെ ഒരു അച്ഛനെങ്ങാണ്ട് ആവാഹിച്ച് ഈ മരത്തേലെങ്ങാണ്ട് തളച്ചിരിക്കുന്നത്. അച്ഛനാണോന്ന് അറിയത്തില്ല, ആരാണെന്ന് ഞാൻ മറന്നുപോയി. ഈ മരത്തേൽ തളച്ചിരിക്കുന്നത് എൻ്റെ ആത്മാവ്. അത് ഈ മരം നിൽക്കുന്നുണ്ടോ, കരിന്തണ്ടനാണിത്. അവിടെ കാണിച്ചേടാ, നമ്മളെ വയനാട് ചുരം കയറി ജസ്റ്റ് ഒരു 100-200 മീറ്റർ വരുന്ന ലെഫ്റ്റ് സൈഡിൽ കാണാം ആ ചങ്ങല ഉണ്ടോ. ഇപ്പോഴും അന്ന് ഇന്ന് ആ ചങ്ങല അങ്ങനെ തന്നെ ഇരിക്കുക. ഏകദേശം കേട്ടോ ആ ഇടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ ഭാഗം പിടുത്തല്ല. ഇനി അത് അടുത്ത് ഇടിഞ്ഞു വരും. സംഭവം മനസ്സിലായോ? ആ ഇടിഞ്ഞു കിടക്കുന്ന അതിന്റെ മുകൾ ഭാഗം പിടുത്തില്ല. നോക്കിയ അടിപൊളി റോഡാട്ടോ അത്. എന്ത് എവിടെയാണ് സ്ഥലം? എവിടെയാ നോക്കിയ? കറുത്ത പറമ്പോ. നോക്കിയ മല ഇടിഞ്ഞിരിക്കും. ഇതേപോലത്തെ ഒരു സംഭവമൊക്കെ ഇടിഞ്ഞു മറിഞ്ഞ് വരുന്നത്. ഏറ്റവും ടോപ്പിലുണ്ടോ എല്ലാം ഇടിഞ്ഞു വന്നിരിക്കുക. നോക്കിയ മരങ്ങൾ വേറെ ഇടിഞ്ഞു വന്ന് നോക്കിയ കണ്ടോ. ഇങ്ങനെയാണ് ഈ ഉരുള് പൊട്ടി വരുന്നത്. കണ്ടോ നോക്കിയ മരങ്ങളൊക്കെ ഇടിഞ്ഞു വീണുണ്ടോ. ഇനി അതിന്റെ ഒരു ഭാഗം കണ്ടോ. ഇനി അതിന്റെ ഒരു ഭാഗം കണ്ടോ അടുത്ത് ഇടിയാൻ തുടങ്ങും അല്ലേ. മേളൊരു വെറുതെ ഇരിക്കുക, ഒരു പിടുത്തമില്ലാതെ ഇങ്ങനെ ഈ ഉരുള് വിടുന്നത്. ഏറ്റവും ടോപ്പിലെ ഇത് നോക്കിയ കൂടെ പോണല്ലേ. ഈ വീട് ഇരിക്കുന്നുണ്ട്, അതിന്റെ പിറകൊക്കെ മണ്ണെടുത്താടാ. അങ്ങനെയാ വീട് വെച്ചിരിക്കുന്നത് തന്നെ. നോക്കിയേ വണ്ടിയില്ലല്ലേ. നോക്കി ഇടിഞ്ഞത് അല്ലോ. നീ അടിപൊളിയായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. മേളിലൊക്കെ റിസോർട്ടാ. പോകുന്ന വഴിക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഊഞ്ഞാലും കണ്ടോണ്ട് നിർത്തിയേട്ടാ. ഒരാളിരുന്ന് ആടുന്നുണ്ട്, പക്ഷെ ടൂറിസ്റ്റുകളൊന്നും ഇല്ല. എന്താ അവസ്ഥ അല്ലേ. ഞങ്ങളങ്ങനെ വൈത്തിരിയിലെത്തിയിരിക്കുന്നു. മേപ്പാടി എന്നിട്ട് കൊടുത്തിട്ട് എത്രയിലോട്ടുണ്ട്? 30 മേപ്പാടി എത്തി. മേപ്പാടി ടൗൺ പള്ളി കാണുന്നു. കാണുന്ന കേട്ടോ മേപ്പാടി ടൗൺ ജുമാ മസ്ജിദ്. ചൂരമല മുണ്ടക്കൈ ഭാഗത്ത് ദുരന്തത്തിൽ മരിച്ച 50ഓളം വരെ കബറടക്കിയിരിക്കുന്ന പള്ളിയാട്ടോ. നമ്മളിവിടെ ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥനയൊക്കെ നടത്താൻ വേണ്ടി ഇറങ്ങിയതാ. കൈ അടങ്ങിയിരിക്കുന്നവരൊക്കെ ഈ കൈ അടങ്ങിയിരിക്കുന്നവരാ അറിയില്ല അല്ലേ. നല്ല നീളമല്ലേ കബറ്? ആണല്ലേ. ആവശ്യപ്പെട്ടത് അപ്പോ സ്പോട്ടിൽ കിട്ടും. അങ്ങനെയാ. ഇവിടെ എത്ര 50 പേര് അടക്കം ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങ് പോണോ അല്ലേ?
ഈ റോഡിൽ കൂടെ പോയാൽ മതി. പുതിയ മണ്ണുകൾ കാണും. ആ ഇതാണ് ഞങ്ങളെ PPA കരീം സാഹിബിന്റെ ഖബർ. അവിടുത്തെ വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇതല്ലേ PPA കരീം. ആ 1 വർഷമായിട്ടുള്ള മരിച്ചിട്ട്. ആണല്ലേ. ഇതൊക്കെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരെ ഖബറുകളാണ്. ആണല്ലേ. 11 ഏക്കർ ഉണ്ട്. അതാണ് ടൗൺഷിപ്പ് വരാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ. അതാണൊന്ന് പ്രൊഫഷണൽ. അതാണ് സർക്കാരിന്റെ. അതാ സർക്കാരിന്റെ ഒരു പ്രോപ്പർട്ടി, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആണല്ലേ. ആ പ്രൈവറ്റ് ആണല്ലേ. അവർക്ക് ഗവൺമെന്റ് വാങ്ങിയിട്ട് അത് ഉറച്ചിട്ടില്ല. ആണല്ലേ. അതേപോലെ അപ്പുറത്തുണ്ട്. ഓ ഇതല്ലേ. ആ ഇത് മേപ്പാടി ടൗൺ മസ്ജിദ് ഇതല്ലേ. അതാണ് ടൗൺ മസ്ജിദ്, വലിയ മസ്ജിദ്. ആണല്ലേ. പേരെന്താ മസ്ജിദിന്റെ പേരെന്താ? അപ്പൊ മേപ്പാടി വലിയ ജുമാ മസ്ജിദ്. അങ്ങനെയല്ലേ. മേപ്പാടി ടൗൺ ജുമാ മസ്ജിദ്, സുന്നി മസ്ജിദ്. സുന്നി മസ്ജിദ് അല്ലേ. അപ്പൊ ബാക്കി ഉള്ളവരൊക്കെ അടക്കുക പുത്തുകണ്ടല്ലേ. ബാക്കി കുറെ ആൾക്കാരാണ്. ആണല്ലേ. ആ തിരിച്ചറിയാൻ പറ്റാത്തവരെ ഓ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ തിരിച്ചറിയാൻ പറ്റാത്തവരൊക്കെ ആണല്ലേ. ഇത് ടോപ്പ് വരെ കയറി പോണോ അല്ലേ? 12 ഏക്കറുണ്ട്. 12 ഏക്കർ ഉണ്ടല്ലേ. അവസ്ഥയാണ്. ഒക്കെ വരുന്നുണ്ടോ അങ്ങോട്ട്? ഓക്കെ. തിരക്കുണ്ട്. കട വരുന്നായിരുന്നു. മമ്മൂട്ടി പള്ളി പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റാണ്. മുസ്ലിം ലീഗിന്റെ ടൗണിലെ രക്ഷാധികാരിയാണ്. ആണല്ലേ. MCCന്റെ പ്രസിഡന്റാണ്. ആ എവിടുത്തെ? അല്ലല്ല, നമ്മളെ സൗദി. സൗദിയിലല്ലേ. ഓ അപ്പൊ നമ്മളെ സഹായം എന്തെങ്കിലും വേണം നിങ്ങൾക്ക്? എന്തെങ്കിലും സഹായങ്ങൾ വേണം? സഹായം ഞങ്ങൾക്ക് അവിടെ പോകണം. അവിടെ പോയിക്കോ, ധൈര്യത്തിൽ പോയിക്കോളൂ. ചുരുമല വരെ പോവാം. ആണല്ലേ. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഷിഹാബിനെ വിളിച്ചാൽ മതി. ഷിഹാബിനെ വിളിച്ചാൽ മതിയല്ലോ അല്ലേ. നമ്പർ വിളിച്ചിട്ടില്ലേ? ആ നമ്പർ മേടിച്ചിട്ടുണ്ട്. ഷിഹാബ് അവിടെ കൊണ്ടാക്കി തരും. ഉണ്ടായി. ഷിഹാബ് വിളിച്ചോ. 2 മണി കഴിഞ്ഞ് ഫ്രീ ആവുള്ളൂ പറഞ്ഞു. ഇന്ന് 40 ആയിരുന്നല്ലേ മരിച്ചവരുടെ ഒക്കെ? ഇന്നലെ ആയിരുന്നല്ലേ. ഇന്നല്ല അല്ലേ. ഇന്നും ചില ആൾക്കാരൊക്കെ ഇതുമായി പരിപാടിക്ക് നടക്കുന്നുണ്ട്. ആണല്ലേ. അപ്പൊ ഞങ്ങളെന്നേ അങ്ങോട്ട് പോയിട്ട് ഏക്കർ കണക്കിന് സ്ഥലം അല്ലേ. അവരെ സർക്കാരിന്റെ ടൗൺഷിപ്പ് വരുന്ന സ്ഥലം അത്. ആ കാണുന്നേ. ആ ഈ കാണുന്നൊക്കെ മേപ്പാടി ഖബർസ്ഥാനം കേട്ടോ. അങ്ങുവരെ നടക്കണമെന്ന് തോന്നുന്നല്ലേ. എത്ര ഏക്കർ പുള്ളി പറഞ്ഞായിരുന്നു, മറന്നുപോയി. 12 ഏക്കർ കണ്ടാണ്. ആ ലക്കുണ്ട്. അതെ. ഒക്കെ മുണ്ടൊക്കെ ദുരന്തത്തിൽ മരിച്ചവരുടെ കബറിടങ്ങളായിട്ടായി കാണുന്നത്. ഏതാ? ആ ഇതാ അല്ലേ. ആ ഇതൊക്കെയല്ലേ കവറ്. 50 പേരെ അടക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ. മുണ്ടക്കൈ അത് എഴുതിയിരിക്കുന്നുണ്ടോ? ഇത് മുണ്ടക്കൈ, ഇത് മുണ്ടക്കൈ. എന്റെ വേറെ കുഴി കുഴിച്ചിരിക്കുന്നുണ്ടോ? അമ്പത് പേരാ. ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, സിറാജ് ആലക്കൽ മുണ്ടക്കൈ. ഇതൊക്കെ ഷഹീദിന്റെ ഊര് കൊടുക്കട്ടെ അല്ലേ.
ചൂരൽമല എഴുതിയിരിക്കുന്നുണ്ടോ? അവിടെ മുണ്ടക്കൈ, ഇവിടെ ചൂരൽമല. അല്ല അത് പഴയതാടാ, ഇത് പുതിയത്. ഇതാ പുതിയത് ആണല്ലേ? മേപ്പാടി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ ചൂരൽമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കയറ്റി വിടുമെന്നറിയത്തില്ല. മേപ്പാടി എത്തിയപ്പം പറയുന്നതായിട്ട് അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എന്ന്. സാധനങ്ങൾ കൊടുക്കാനുള്ളതായത് ഒന്ന് പോയി നോക്കാന്ന് ഓർത്ത്. ആരും വരാൻ എല്ലാ ടൂറിസ്റ്റുകളും ഒക്കെ നിന്നു പോകും. അടിപൊളി സ്ഥലം എന്തൊക്കെ ഇതൊക്കെ ഒതുങ്ങി ഒരു 3-4 മാസം കഴിയുമ്പോൾ എല്ലാം തുറക്കൂല. ടൂറിസം ഒക്കെ വീണ്ടും തുറക്കും അല്ലേ? നോക്കിയാ എല്ലാം നോക്കിയാ ട്രെൻഡുകളാ അല്ലേ? ഇതാ മറ്റേ ഒരു വ്ലോഗർ ചെയ്ത പോലത്തെ, മറ്റേ അവന്റെ പേരെന്താടാ, അവനാ ഫസ്റ്റ് ഇതുപോലത്തെ കൊണ്ടുവന്നത്. അടിപൊളി ട്രെൻഡുകളാ കേട്ടോ. ഒക്കെ നിന്നു പോയെന്ന് തോന്നല്ലേ? അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് കാണും. എന്റെ പേര് ഫോറസ്റ്റാ. അത് ഐഡിയ പറഞ്ഞ കൊടുത്തേക്കാണ് അവര്. ഇടാൻ പോവാ, അത് പറഞ്ഞു ഇടാൻ പോവാ. ഒക്കെ നിന്നു പോയെന്ന് തോന്നുന്നു കേട്ടോ. ഈ ആൾക്കാരില്ലല്ലോ. ആൾക്കാരില്ല. താഴെ നല്ലൊരു തോടുണ്ട് കേട്ടോ. അതൊക്കെ പറയണതല്ല, അതിപ്പോ നമ്മളിപ്പോ ഇവിടെ വന്നല്ലോ. നമുക്ക് കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം. പറ്റുമെങ്കിൽ സാധനങ്ങൾ കൊടുത്തിട്ട് വരാമെന്നേ. നമ്മള് യൂട്യൂബേഴ്സ്, നമ്മള് വരത്തന്മാരാണ്. ഈ ഓരോരുത്തരും വന്നേ തോന്നിയാസം കാണിക്കല്ലോ. ഇതുപോലെ പാറയുടെ മേളിൽ കയറി ഇന്ന് അഭ്യാസം കാണിക്കുക. 4.5 കിലോമീറ്റർ ഉള്ളു അല്ലേ? അതെ, ഇതാ ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ നിന്നാണ് 900. ഇത് തന്നെ. ഇതാ ഇവിടുന്ന് ആ വലത്തേക്കുള്ള വഴി കയറിപ്പോല്ലേ? 3-4 കിലോമീറ്റർ ഇല്ലേടാ? എല്ലാ ടൂറിസ്റ്റും അടഞ്ഞല്ലേ. നോക്കിയാ എത്ര പേരുടെ കച്ചവട ജീവിതമാർഗം അടഞ്ഞു പോയത്. ഇതാ അല്ലേ? എത്ര പേരുടെ ജീവിതമാർഗം അടഞ്ഞെന്നറിയാം. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഈ സൂചിപ്പാറ വാട്ടർ ഫാൾസിൽ ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നുണ്ടോ? അതിലെയാണ് ബോഡികളൊക്കെ ചാടി അല്ലേ? എന്താ അവസ്ഥ? ഈ ശബ്ദം വരെ വിടുകളൊന്നും തോന്നുന്നു. നമ്മളേതായാലും വിടാൻ ചാൻസ് ഇല്ല അങ്ങോട്ട് കേട്ടാ. ഇങ്ങനെ പോയാ അടിപൊളി സ്ഥലം കേട്ടോ അല്ലേ? ഇത്രയും നല്ല പ്രകൃതി, നല്ല സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലേ. നേരാണോടാ? ഇതിലെ വെള്ളം വരുത്തൊന്നുമില്ല. വന്നോന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അല്ല ഇവിടെ ഒന്നും ഇല്ല. ഇത് റോഡ് പണിക്ക് വേണ്ടി ഒരു വീതി കൂട്ടാൻ വേണ്ടിയേ ചെയ്തതാ. ഇത് ഇങ്ങനെ കറങ്ങി കേട്ടോ ചൂരൽമലയ്ക്ക് പോകുന്നത്. അതാണ്, ഒരു മാർഗം ഇല്ല കേട്ടോ. ഈ സമയത്ത് കണ്ടില്ലെങ്കിൽ ആൾക്കാര് അതാടാ ആണെന്ന് തോന്നുന്നത്. മൊത്തം ബ്ലോക്കാ കണ്ടാ. കയറി പോവാൻ പാ. ജീപ്പൊക്കെ വരുന്നുണ്ടോ? ഞങ്ങളങ്ങനെ ചൂരൽമലയിൽ കയറി കേട്ടാ. കാഴ്ച കാണാൻ വരുന്നവരാരെയും കയറ്റി വിടുന്നില്ല. മൊത്തം പോലീസ് ചെക്കിംഗ് ആണ്. ഞങ്ങൾ ഇന്ന സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞങ്ങളെ കയറ്റി വിട്ടത്. ഈ കാണുന്ന മനുഷ്യനുണ്ട് അബൂക്കർക്ക്, ചൂരൽമലയിലുള്ളതാട്ടോ. ദുരന്തം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും സഹായിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയില്ല. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടറായിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റവന്റെ വീട്ടിനുള്ളിൽ വെള്ളം കയറി. പക്ഷെ അത് ചിലക്ക് മാറ്റി. ആണല്ലേ? ഇവര് മാറ്റിയില്ല. ഇത് കാണില്ല. എല്ലാവരും അവിടെ നിന്ന് വന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് പൊട്ടിന്ന് രാവിലെ കാണുമ്പോഴത്തേക്ക് ഞാനൊക്കെ എന്റെ സ്ഥലം എടുത്തു വയ്ക്കും. ഈ റോഡ് ക്ലിയർ ചെയ്യില്ല. ഈ വീട് നോക്കിയാ ഈ ചില കെട്ടി ഇറങ്ങുന്ന അതിന്റെ അപ്പുറത്തുള്ള മദർസിന് മുമ്പ് കണ്ടോ? മദർസ അതല്ലേ? ഇതൊരു മദർസ, ഒരു മദർസ കൂടി 2 ഇവിടെ കാണിച്ചില്ല. നമ്മുടെ അമ്മ ഇവിടെ ചളിയുന്നു.
ഇവിടെ മൊത്തം ഈ പള്ളിക്കൊന്നും പറ്റിയില്ല അല്ലേ? പള്ളി കെട്ടിയില്ല, മുന്നിൽ കൂടെ ഇങ്ങനെ ചളി വന്നു. അവിടെ നമസ്കാരം ഉണ്ടോ ഇപ്പൊ? ആ വീട് ഇരിക്കുന്ന നോക്കിയേ. അല്ലല്ല, വന്നത് അവിടെ ടൗണിൽ കയറിയതാ. വന്നത് വേരിപ്പാലം കയറി അവിടെ അല്ലേ? പഴയ പാലായിട്ട് പൊളിഞ്ഞിട്ട് നേരെ ഇവിടെ വെള്ളം പൊട്ടിയിട്ട് ഇതിലാണ് കയറി മറിഞ്ഞതാ. കയറി മറിഞ്ഞതിലാണ് അവിടെ താഴത്തെ കാറ് കാര്യങ്ങൾ കാണിച്ചത്. അതിന് പോലെ വഴിയില്ല. ഭയങ്കര കാഴ്ച.